ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു റഹീസ് ലൈഫ്. ഉറുമ്പിനെ ഒഴിവാക്കുന്ന ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുഴുക്കളെ വീടിൻ്റെ അകത്ത് പുറത്തുള്ള നമ്മുടെ ചെടികളിൽ ഉണ്ടായ പുഴുക്കൾ അകത്തേക്ക് കയറുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഉറുമ്പിന്റെ ഒരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പൊ നമുക്ക് പുഴുക്കളെയും ഉറുമ്പുക്കളെയും ശല്യപ്പെടുത്തുന്ന ചെറിയ ചെറിയ പാറ്റ പ്രാണികൾ പോലെയുള്ള ജന്തുക്കളെ നമുക്ക് വീട്ടിൽ നിന്നും നമ്മളെ തൊടിയിൽ നിന്നൊക്കെ ഓടിക്കാൻ പറ്റിയ ഒരു വീഡിയോ ആണിത്. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടി എത്രത്തോളം ആവശ്യമുണ്ടോ അത്രയും വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇനി ഈ തുണിയിൽ ഇതൊന്ന് ചുറ്റി കൊടുക്കുന്നത് തളിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഉറുമ്പും പ്രാണിയൊന്നും ഇപ്രാവശ്യം വന്നിട്ടില്ല കേട്ടോ. അപ്പൊ നമുക്ക് പുഴുക്കളെ ഓടിക്കാൻ വേണ്ടിയിട്ട് രണ്ട് വിധത്തിലാണ്. ഒന്ന് അകത്തുള്ള പുഴുക്കളെ ഓടിക്കാനും ഒന്ന് പുറത്തുള്ളതും. അപ്പൊ നമ്മൾ അകത്തുണ്ടാക്കുന്നത് ബേക്കിംഗ് പൗഡറും പിന്നെ വിനാഗിരി വെച്ചിട്ട് ഒരു ലിക്വിഡാണ്. ഇത് നമ്മൾ ഒരിക്കലും പുറത്തെ ചെടികളിലോ നമ്മൾ പച്ചക്കറി വെജിറ്റബിൾസിൽ ഒന്നിലും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. നമുക്ക് ക്ലീൻ ആക്കുന്ന അകത്തുള്ള പുഴുക്കളോ ഉറുമ്പുകളോ ഉള്ള ഏരിയയിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. രണ്ടാമത് നമ്മൾ പുറത്ത് ചെടികളിലും ഇതിലൊക്കെ ഉപയോഗിക്കുന്നത് നമ്മുടെ കൂറച്ചോക്കയാണ് കേട്ടോ. എന്താണ് ഇങ്ങനെ പാറ്റ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഇത് എങ്ങനെ ഉപയോഗിക്കാം. സാധാരണ നമ്മൾ വരച്ചിട്ടാണ് ഇതുകൊണ്ട് വരച്ചു കൊടുക്കലാണ് പതിവുള്ളത്. വീടിന്റെ സൈഡിലൊക്കെ ഉറുമ്പും പാറ്റയൊക്കെ ഉള്ള ഏരിയകളിൽ ഇത് വരച്ചു കൊടുക്കലാണ് പതിവ്. അങ്ങനെയല്ല ചെയ്യുന്നത്. ഇത് പൊടിച്ചെടുത്തിട്ട് ഒരു കിഴി രൂപത്തിലാക്കിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. അപ്പൊ അതെങ്ങനെയാന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ബോട്ടിലും ഒരു സ്പൂണും എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഫസ്റ്റ് നമ്മൾ എടുത്തിട്ടുള്ള ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ആണ് ഇപ്പൊ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ടേബിൾ സ്പൂൺ അല്ല കേട്ടോ, ടീസ്പൂൺ ആണ് എടുത്തിട്ടുള്ളത്. മാറിപ്പോയതാട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രയും വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അപ്പൊ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നല്ലോണം പതിഞ്ഞു പോകും. അപ്പൊ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് മെല്ലെ മെല്ലെ നമുക്ക് ആവശ്യമായിട്ടുള്ള ലിക്വിഡ് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക വിനാഗിരി. അല്ലെങ്കിൽ ഫുള്ളും നേരത്തെ എൻ്റെ കയ്യിൽ നിന്ന് പതഞ്ഞു പോയ പോലെ അങ്ങനെ പതഞ്ഞു പോകും കേട്ടോ. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ ഈ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ചെറിയൊരു ബനിയന്റെ തുണിയാണ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ കയ്യിൽ കോട്ടന്റെ തുണിയാണ് ഉള്ളതെങ്കിൽ അതെടുക്കാം. പിന്നെ ചോക്ക് എടുത്തിട്ടുണ്ട്. റബ്ബർ ബാൻഡ് ആണ് കേട്ടോ. കടയിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ കിട്ടുന്ന റബ്ബർ ബാൻഡെല്ലാം ഞാനൊരു ബോട്ടിലാക്കി വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഒരു സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. ഈ സ്റ്റിക്കിൽ നമ്മൾ കെട്ടിക്കൊടുക്കാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ ചോക്കന്റെ പകുതി ഭാഗം ഒന്ന് പൊടിച്ചിട്ട് വരാം. പകുതി ഭാഗം പൊടിച്ചിട്ട് നമ്മൾ ഈ തുണിയിലൊന്ന് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ചെടികളിൽ ജസ്റ്റ് തളിച്ച് കൊടുക്കുമ്പോൾ തന്നെ പുഴുക്കളൊക്കെ പോകും കേട്ടോ ഇതിന്റെ സ്മെല്ലുകൊണ്ട്. അപ്പൊ അത് ഫസ്റ്റ് ഞാനിതൊന്ന് പൊടിച്ചിട്ട് വരാം. അപ്പൊ നമ്മുടെ ചോക്കന്റെ പകുതി ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരു കുളിക്കന്റെ പഴയ കവറായിരുന്നു കേട്ടോ. അപ്പൊ അതിൽ വെച്ചിട്ടാണ് പൊടിച്ച് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇനി ഈ തുണിയിൽ ഇതൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ, റബ്ബർ ബാൻഡ് വെച്ചിട്ട്. ഇനി നമ്മൾ എടുത്തിട്ടുള്ള ഈ കമ്പും തന്നെ ഇതുപോലെ ഈ വടിയിലൊന്ന് കെട്ടിക്കൊടുക്കുന്നുണ്ട്. കാരണം എത്ര ദൂരത്തിലാണോ പുഴുക്കൾ ഉള്ളതെങ്കിൽ അവിടെ കൈ കൊണ്ട് എത്തൂലല്ലോ. അപ്പൊ ഇത് ഈ വടി വെച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് തട്ടി കൊടുത്താൽ മതി കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്.
കണ്ടോ, ഇത് തുണിന്ന് ഈ ബ്ലൂവിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കണേ. അപ്പൊ നമ്മുടെ ഇലയിലൊക്കെ ഇങ്ങനെ തട്ടി കൊടുക്കുമ്പോൾ തന്നെ ഇത് അങ്ങനെ ആയിക്കോളൂ കേട്ടോ. ഇതിന്റെ ഈ ചോക്കയുടെ പൊടികള്. അപ്പൊ നമ്മുടെ വീടിന്റെ പുറത്തെ ചുമരിലൊക്കെ ഇങ്ങനെ ഇതുണ്ടെങ്കിൽ, പുഴുക്കളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇത് മെല്ലെ ഇങ്ങനെ തട്ടി കൊടുക്കാം കേട്ടോ. അപ്പൊ കുട്ടികളൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കുക, കുട്ടികളൊന്നും എടുത്തില്ലാത്ത സമയത്ത് മാത്രം ചെയ്ത് കൊടുക്കാൻ വേണ്ടി. അപ്പൊ അവരുടെ വയറ്റിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഇത് പോയിസൺ ആണ്. എന്തായാലും നമ്മുടെ പാറ്റുകളെയൊക്കെ കൊല്ലുന്ന ഐറ്റം തന്നെയല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള എഡ്ജ് ഏരിയകളിലൊക്കെ ചെയ്ത് കൊടുക്കുക. പുറത്തുള്ള ചെടികളിലായാലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോകും കേട്ടോ. ഇത് നമ്മുടെ വീട്ടിലുണ്ടായ ഉറുമാമ്പഴത്തിന്റെ ചെടിയാണ് കേട്ടോ. അപ്പൊ ഇതില് പുഴുക്കളൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതിൽ പുഴുക്കൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. കായലൊക്കെ ജസ്റ്റ് ഒന്ന് തുറന്നിട്ട് അതിനകത്ത് കയറിയിട്ട് ഇരിക്കായിരുന്നു കറുത്ത പുഴുക്കൾ, കറുപ്പ് കളറായിരുന്നു പുഴുക്കൾ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം പുഴുക്കളൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ അത് ഉറുമ്പുകൾക്കൊക്കെ ഞാനിത് പഞ്ചസാരയും അപ്പക്കാരവും കൂടെ ഒന്നിച്ചാക്കിയിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇത് തളിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഉറുമ്പും പ്രാണിയൊന്നും ഇപ്രാവശ്യം വന്നിട്ടില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര പൂക്കളൊന്നും ഉണ്ടായിട്ടില്ല ഇപ്രാവശ്യം. അപ്പൊ ഇത് ജസ്റ്റ് ഇതുപോലെ ഇങ്ങനെ ഇലകളിലെ ലീഫിലോ എവിടെയാണോ പുഴുക്കൾ, ഏത് ചെടിയിലാണോ ഉള്ളതെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുത്താൽ മതി കേട്ടോ. ഉറുമ്പ്, ഈച്ച, പ്രാണികളൊന്നും പിന്നെ ഉണ്ടാവില്ല. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നുണ്ട്. കാരണം ഉറുമ്പോ അല്ലെങ്കിൽ പുഴുക്കളൊക്കെ ആണെങ്കിലും നമുക്ക് ചെറിയ ജീവികളായിരിക്കാം, പക്ഷെ വീട്ടിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 6 വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ റെന്റിന് താമസിക്കുന്ന വീട്ടില്, ഞങ്ങളല്ല കേട്ടോ, എന്റെ വീട്ടിലെ ഉമ്മ താമസിച്ചിരുന്ന വീട്ടില് തേക്കിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പുഴുക്കള്. ഒത്തിരി ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അത്രയുണ്ട്. നമ്മുടെ എന്താ പറയാ, വഴിയിൽ ആ റോഡിൽ കൂടെ തന്നെ വഴിക്ക് ആർക്കും പാസ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ അവിടെ പുഴുക്കൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത്. ഈ പുഴുക്കള് സാധാരണ നമ്മുടെ കളർഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ബദാം മരത്തിൽ ഉണ്ടാകുന്ന പുഴുക്കളെ പോലെയല്ല. ഒരു എന്താ പറയാ, പുറത്ത് തൊലിയിലൊന്നും മുള്ളുകളോ അങ്ങനത്തെ ഒന്നും ഇല്ലാത്ത, കാക്കകളെ കൊത്തി തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ പിന്നെ കാക്കകൾക്ക് തന്നെ ആ ഏരിയക്ക് അടുക്കാൻ പറ്റാതെയായി. അത്രയും പുഴുക്കൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഉമ്മ ചെയ്ത ടിപ്പാണ് ഇന്നിപ്പോ നിങ്ങളുടെ മുന്നിൽ ഞാൻ കൊണ്ടുവന്നത്. അപ്പൊ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത് തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് ഹിസ് ലൈഫ്.